ഹായ് ഗായ്സ്, ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ചോറിൻ്റെ ഒപ്പമൊക്കെ കൂട്ടി കഴിക്കാൻ പറ്റുന്ന ഒരു ചേനക്കൂട്ടാണ്. ഇത് ശരിക്കും നമ്മുടെ കൂട്ടുകറി, അവിയൽ അതിൻ്റെ ഒരു പാകത്തിലാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പോൾ ചേനക്കൂട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ചട്ടി അടുപ്പ് കത്തിച്ച് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ നമുക്ക് ഏകദേശം ഒരു 2-3 ടീസ്പൂൺ വരെ ഒഴിച്ചു കൊടുക്കാം. കുറച്ചേ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. ഇത് അവസാനം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കടുക് വറുക്കാൻ ആവശ്യത്തിന് കുറച്ച് വെളിച്ചെണ്ണ, അതാണ് കണക്ക്. എണ്ണ ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് നന്നായിട്ട് പൊട്ടി വരുന്ന സമയത്ത് ഞാൻ ചേന ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ചേന ഞാനിവിടെ നീളത്തിലാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മൾ അവിയലിനൊക്കെ അരിയുന്ന പോലെയുള്ളൊരു പാകം കട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കുക. എന്നിട്ട് ആ എണ്ണയിലേക്ക് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ടോസ് ചെയ്ത് കൊടുക്കുകയാണ്. ഒന്ന് എല്ലാം എണ്ണയൊക്കെ ഒന്ന് എല്ലാവിടേക്കും ഒന്ന് ചേനയിലേക്ക് ഒന്ന് എല്ലാവിടേക്കും ഒന്ന് എത്താൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഞാനൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഞാനിവിടെ ഏകദേശം ഒരു ചെറിയ ടീസ്പൂണിൽ ഒരു 2 പ്രാവശ്യം ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഉപ്പും എല്ലാവിടേക്കും മഞ്ഞൾപ്പൊടിയും എല്ലാവിടേക്കും എത്താൻ വേണ്ടിയിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കുക. ഞാനിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു 1/2 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചേന മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. നമുക്ക് വേവിക്കണമല്ലോ. അപ്പോൾ ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിള വരുന്ന സമയത്ത് ലോ ഫ്ലെയിമിലിട്ടിട്ട് അടച്ച് വെച്ചിട്ട് വേവിക്കുക. ആ സമയത്ത് നമുക്ക് അരപ്പ് അരച്ചെടുക്കാം. ഒരു 1/2 കപ്പ് തേങ്ങയില്ല, ഒരു 1/4 കപ്പിനും 1/2 കപ്പിനും ഇടയിലാണ് ഞാൻ തേങ്ങ ഇവിടെ എടുത്തിരിക്കുന്നത്, ചിരകിയ തേങ്ങ. ഇതിലേക്ക് ഒരു ചെറിയ 2 കഷ്ണം പീസ് പുളി എടുത്തിട്ടുണ്ട് കേട്ടോ, വാളംപുളി എടുത്തിട്ടുണ്ട്. ഒരു 2 നുള്ള ജീരകം, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി. ഇത് നമ്മൾ അവിയലിനൊക്കെ അരയ്ക്കുന്ന മാതിരി ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാൻ മാത്രമേ പാടുള്ളൂ. ആ പുളി ഒന്ന് തേങ്ങയോടൊപ്പം ഒന്ന് ചേർന്ന് വരണം, അത്രേ പാടുള്ളൂ. അപ്പോൾ അതിനാവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഞാൻ മിക്സി ഒന്ന് ഡ്രൈ ആവണ്ട എന്നുള്ളതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒന്ന് പൾസിലൊന്ന് കിർ മാത്രമേ ആവശ്യമുള്ളൂ. പുളി ഒന്ന് ചേർന്ന് വരണം തേങ്ങയോടൊപ്പം. പിന്നെ പുളിയുടെ അളവ് നമുക്ക് കൂട്ടാം കേട്ടോ. നമുക്ക് പുളിയിൽ അത്ര പുളി പോരെങ്കിൽ കുറച്ചുകൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് ടേസ്റ്റ് നോക്കിയിട്ട് അതിനനുസരിച്ച് ഒന്ന് അരച്ച് കഴിയുന്ന സമയത്ത് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുള്ളൂ. പുളി പോരാന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് കുറച്ച് 2-3 പീസ് കൂടെ ഇട്ട് കൊടുക്കാം. എനിക്ക് കറക്റ്റായിരുന്നു. എന്നിട്ട് നമ്മൾ അരപ്പ് ഈ വെന്ത ചേനയിലേക്ക് ഇട്ട് കൊടുക്കുക. ഞാൻ പറഞ്ഞുവല്ലോ, ഇത് ഒരു അവിയൽ കൂട്ടുകറി മാതിരിയുള്ളൊരു ഡിഷാണ്. ഇപ്പോൾ ഈ കാണുന്ന വെള്ളം നോക്കണ്ട. ഇപ്പോൾ അത് നമ്മളൊന്ന് തീ ഓഫ് ചെയ്തൊന്ന് സെറ്റായിട്ട് വരുമ്പോൾ ഇതെല്ലാം ഇവാപ്രേറ്റ് ചെയ്ത് പൊക്കോളും. എന്നിട്ട് അവസാനമായിട്ട് നമുക്ക് കുറച്ച് കറിവേപ്പില ഒന്ന് കശക്കിയിട്ട് അല്ലെങ്കിൽ ഒന്ന് കീറിയിട്ട് ഇട്ട് കൊടുക്കുക. അരപ്പൊന്ന് ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ച ശേഷം ഒരു 1/2 ടീസ്പൂണോ 1 ടീസ്പൂണോ ആയിട്ട് വെളിച്ചെണ്ണയും ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് തീ ഓഫ് ചെയ്തിട്ട് അപ്പം തന്നെ അടച്ച് വെച്ചോളൂ, അതിൻ്റെ ഫ്ലേവർ പോകണ്ട. എന്നിട്ട് നമ്മൾ വിളമ്പുന്ന സമയത്ത് മാത്രം തുറന്നിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി സെർവ് ചെയ്യുന്നതാണ് ടേസ്റ്റ്. നമ്മൾ അവിയലിനൊക്കെ ചെയ്യുന്ന മാതിരി തന്നെയാണ്. അപ്പോൾ ഞാൻ ഒന്ന് അടച്ച് വെക്കുകയാണ്. തീ ഓഫ് ചെയ്ത് കഴിഞ്ഞു. ഒന്ന് അടച്ച് വെച്ചിട്ട് വിളമ്പുന്ന സമയത്ത് തുറന്ന്, അപ്പോൾ ഒരു ആ കറിവേപ്പിലയും വെളിച്ചെണ്ണയുടെയും ചേർന്നിട്ടൊരു മണമുണ്ട്, നല്ല സൂപ്പർ മണം കേട്ടോ, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ചോറിനൊപ്പം നല്ല ടേസ്റ്റാണ്. ചെറിയൊരു പുളിയോടുകൂടെയുള്ളൊരു ഡിഷാണ് വരുന്നത്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ആവശ്യത്തിന് ചോറെടുക്കുക, ഈ ഒരു കൂട്ടെടുക്കുക, സെർവ് ചെയ്യാൻ. ഞാൻ ഇതിൻ്റെ കൂടെ ക്യാബേജ് ഉപ്പേരിയും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടായെന്ന് പറയണം. വളരെ എളുപ്പമല്ലേ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അധികം സമയമൊന്നുമില്ല, പെട്ടെന്ന് ആവുകയും ചെയ്യും. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയുണ്ടാകുന്നുള്ളത് പറയാം. നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.